കരൂർ ദുരന്തത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ അപകട സ്ഥലം സന്ദർശിക്കുകയാണ്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അഷ്കർ അലി കരിമ്പ, കമ്മീഷൻ സ്ഥലത്തെത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് അരുണ ജഗദീശൻ ഇവിടെ ഈ അപകടം നടന്ന ദുരന്ത സ്ഥലത്തെത്തി പൂർണ്ണമായും പരിശോധന നടത്തിയത്. ഈ ബാംഗ്ലൂരിലൊക്കെ തന്നെ എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളോടും ഇവിടുത്തെ പ്രദേശവാസികളോടുമൊക്കെ തന്നെ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടിയായിരുന്നു അവർ പരിശോധനയ്ക്ക് എത്തിയത്. എന്നാൽ കൂടുതൽ പ്രതികരണത്തിനോ മാധ്യമങ്ങളുടെ പ്രതികരണത്തിനോ ഒന്നും തന്നെ തയ്യാറായില്ല. റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്ന നമ്മുടെ ചോദ്യത്തിന്, റിപ്പോർട്ടർ ടിവിയുടെ ചോദ്യത്തിനാണ് സൂൺ വളരെ വേഗത്തിൽ തന്നെ സമർപ്പിക്കുമെന്നുള്ള ഒരു മറുപടി, ഒറ്റ വാക്കിലൊരു മറുപടി മാത്രമാണ് ജസ്റ്റിസ് അരുണ ജഗദീശൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഏകാംഗ അന്വേഷണ കമ്മീഷനാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. 2009 മുതൽ 2015 വരെ ഏകദേശം 6 വർഷത്തിലധികം കാലം മദ്രാസ് ഹൈക്കോടതി ജഡ്ജായിരുന്ന ആളാണ് ജസ്റ്റിസ് അരുണ ജഗദീശൻ. ഒരുപാട് പ്രധാനപ്പെട്ട കേസുകളിൽ തമിഴ്നാടുണ്ടായ പല സംഘർഷങ്ങളിലും അതുപോലെ തന്നെ പോലീസിൻ്റെ വെടിപ്പ് കേസുകളിലുമടക്കം നിർണായക വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് കൂടിയാണ്. അങ്ങനെയുള്ള ആളെയാണ് ഇപ്പോൾ ഈ കേസിൽ ഏകാംഗ അന്വേഷണ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചിരുന്നത്. അവരാണ് സമയം മുമ്പേ അപകടം നടന്ന കലൂരിലെത്തിക്കൊണ്ട് അതിവേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. പ്രദേശവാസികളോട് സംസാരിക്കുകയും ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കുക, നിലവിലെ കുറ്റക്കാർ ആര് എന്നതിനപ്പുറത്തേക്ക് ഇനിയൊരു സംഭവം സമാന രീതിയിൽ ആവർത്തിക്കാതിരിക്കുക എന്നതാണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഈ ജസ്റ്റിസ് അരുണ ജഗദീശൻ താൻ സംസാരിച്ച നാട്ടുകാരോടും അതുപോലെ തന്നെ പരാതി പറഞ്ഞ ആളുകളോടൊക്കെ തന്നെ പങ്കുവെച്ച പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ തന്നെ താൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള ഒരു മറുപടി വാക്കുകൾക്കിടയിലൂടെ തന്നെ അവർ നൽകുന്നുമുണ്ടായിരുന്നു. എന്തായാലും 3 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്നതെന്നാണ് ഇപ്പോൾ DMK കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. അതിനുശേഷം ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തുടർ നടപടികളിലേക്ക്, അഥവാ വിജയ്ക്കെതിരെ എടുക്കുന്ന കേസാണെങ്കിലും അറസ്റ്റാണെങ്കിലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ജുഡീഷ്യൽ റിപ്പോർട്ട് ഏറ്റവും നിർണായകമായൊരു നിലപാടായി സ്വീകരിക്കാനാണ് DMK ലക്ഷ്യമിടുന്നത്. അതല്ല എങ്കിൽ അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികരണങ്ങൾ പോലും നടത്തരുതെന്ന് DMK നേതാക്കൾക്കടക്കം മേൽത്തട്ടിൽ നിന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ജസ്റ്റിസ് അരുണ ജഗദീശൻ അല്പസമയം മുമ്പ് കരൂരിലേക്ക് എത്തിയത്. ഏകദേശം 30 മിനിറ്റിലധികം സമയം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇവിടെയുള്ള പ്രദേശവാസികളോട് സംസാരിച്ചും വിവരങ്ങൾ ശേഖരിച്ചുമാണ് അവർ മടങ്ങിയത്. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് അരുണ ജഗദീശൻ അപകട സ്ഥലം സന്ദർശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കരൂരിൽ എന്താണ് സംഭവിച്ചത്, വിജയ് വന്നതോടെ ആൾക്കൂട്ടം നിയന്ത്രണം വിട്ടു പോയത് എങ്ങനെയാണ്, കുപ്പിവെള്ളം എറിഞ്ഞു കൊടുത്തതടക്കമുള്ള കാര്യങ്ങൾ ആ സ്പോട്ടിലെത്തിയപ്പോൾ അരുണ ജഗദീശൻ സംഘവും പരിശോധന നടത്തുകയാണ്.